Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് പ്രതീക്ഷിക്കുന്നതാണ്. നിർബന്ധമായും ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കുക. അതുപോലെ തന്നെ അതിൽ വാരിയസ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്. വാരിയസ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് നിർബന്ധമായി നോക്കണം കേട്ടോ, വരാറുള്ളതാണ്. ദെൻ മറ്റൊരു സജഷൻ, പലതരത്തിലുള്ള കോസ്റ്റ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ പീരീഡ് കോസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് റെലവൻറ്റ് കോസ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഇറലവൻറ്റ് കോസ്റ്റ് എന്താ. പലതരത്തിലുള്ള കോസ്റ്റിലെ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്, ഫിക്സഡ് വേരിയബിൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിരിക്കണം കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് അബ്നോർമൽ ലോസ് എന്താണ്, അതുപോലെ തന്നെ അബ്നോർമൽ ഗെയിൻ എന്താണ്, ദെൻ നോർമൽ ലോസ് എന്താണ്. ഈ കൺസെപ്റ്റുകളൊക്കെ നോക്കണം, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്താണ്. ഇതിനായിട്ട് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്താണ്, ദെൻ നെക്സ്റ്റ് നമ്മൾ ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്താണ്, ബൈ പ്രോഡക്റ്റ് എന്താണ് നോക്കിയിരിക്കണം. ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്താണ്, അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റ് എന്താണ് നോക്കിയിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ് പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് സെൻറ്റർ എന്താണ്, കോസ്റ്റ് യൂണിറ്റ് എന്താണ്, കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ. ദെൻ പിന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം കോസ്റ്റ് ഡ്രൈവർ എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ മാറി വരാറുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബോട്ടിൽ നെക്സ് എന്താണ് നോക്കേണ്ടതാണ്. പിന്നെ ഡിഫക്റ്റീവ്സ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് സ്പോയിലേജ് എന്താണ്, വേസ്റ്റ് സ്ക്രാപ്പ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. വേസ്റ്റേജ്, അതുപോലെ തന്നെ സ്ക്രാപ്പ്, അതൊക്കെ ഡിഫക്റ്റീവ്സ്, സ്പോയിലേജ്, അതുപോലെ തന്നെ വേസ്റ്റേജ്, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരുപാട് ടീമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ് കൈസൺ കോസ്റ്റിംഗ്. അതുപോലെ തന്നെ അതിൽ ടാർജറ്റ് കോസ്റ്റിംഗ് ഉണ്ട്, വാല്യൂ ചെയിൻ അനാലിസിസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയിൻ, അതിലൊരുപാട് ടീമുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, എന്തായാലും നോക്കണം. പാരിറ്റോ അനാലിസിസ്
നോക്കിയിരിക്കണം. പാരിറ്റോ അനാലിസിസ്, ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് വരാം. റിപ്പീറ്റായിട്ട് മാറി മാറി വരുന്നതാണ്. കേസ് ആൻഡ് ടാർജറ്റ് പറഞ്ഞു ഞാൻ. അതുപോലെ തന്നെ വാല്യൂ ചെയിൻ, പ്രൊഡക്ടിവിറ്റി എന്താണ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റാണ് കേട്ടോ. JIT ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളിലാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്, JIT ഒക്കെ കേട്ടോ. ലീൻ മാനുഫാക്ചറിങ്ങിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ JITയിൽ ആയിട്ട്. അപ്പോൾ JIT ഒക്കെ അങ്ങനെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സോ ലാസ്റ്റ് ചാപ്റ്ററിലെ എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം, പല ടൈമുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. ഇപ്പോൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ഉണ്ട്, ലൈഫ് സൈക്കിൾ കോസ്റ്റ് അനാലിസിസ് അതിൽ തന്നെ ഉള്ളതാണ്. ലൈഫ് സൈക്കിൾ കോസ്റ്റ് അനാലിസിസ് അതിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും മാറി മാറി വരുന്നതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫർ പ്രൈസിങ്. ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ്, ആ ടൈം നോക്കിയിരിക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഉണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഉണ്ട്, ABB, ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻ്റ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ മാറി മാറി വരുന്നതാണ്. അതുപോലെ തന്നെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻ്റ് ഉണ്ട്, TP മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് കുറച്ച് ടൈമുകളാണ് പലപ്പോഴും വരാറുള്ളതാണ്, നോക്കിയിരിക്കണം കേട്ടോ. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ബട്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ആക്ടിവിറ്റി ബേസ്ഡ് വന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ അത്രത്തോളം പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കണം, അതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ഇനി നെക്സ്റ്റ് ടൈമിൽ നോക്കേണ്ടത് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്താണ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ തിയറി ഓഫ് കൺസ്ട്രെയിൻ എന്താണ്, TOC. ഇതൊക്കെ എന്താണെന്നുള്ളത് 280 ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ പലപ്പോഴും കാണാറുള്ളതാണ് കേട്ടോ. ദെൻ ഞാൻ പറഞ്ഞു മറ്റേ ബൈ പ്രോഡക്റ്റ്, ജോയിൻറ്റ് പ്രോഡക്റ്റ്, അതിൻ്റെ കൂടെ തന്നെ മെയിൻ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. മെയിൻ പ്രോഡക്റ്റ് അതും നോക്കണം. ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള 280 ചോദ്യങ്ങൾ കേട്ടോ. ഒരു 7 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, അതിൽ 4 എണ്ണം എഴുതിയാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, 7 എണ്ണത്തിൽ 4 എണ്ണം റിപ്പീറ്റ് ചോദ്യങ്ങളും 3 എണ്ണം എന്തായാലും കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. സോ ഇതിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഒരു 4 എണ്ണം, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ, കോസ്റ്റ് അക്കൗണ്ടിങ്, വാരിയസ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, ദെൻ പീരീഡ് കോസ്റ്റ്, ദെൻ റെലവൻറ്റ് കോസ്റ്റ്, ഇറെലവൻറ്റ് കോസ്റ്റ്, ഏതെങ്കിലും ഒരെണ്ണം, അബ്നോർമൽ ലോസ് എന്താണ്, ഗെയിന്, നോർമൽ ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ എന്താണ്, സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്, ജോയിൻറ്റ് പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റ്, മെയിൻ പ്രോഡക്റ്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് കൺസെപ്റ്റ്, ദെൻ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് ഒബ്ജക്റ്റ്, കോസ്റ്റ് ഡ്രൈവർ, ബോട്ടിൽ നെക്സ് എന്താണ്, ഡിഫക്റ്റീവ്സ്, സ്പോയിലേജ്, വേസ്റ്റേജ്, സ്ക്രാപ്പ്. പിന്നെ എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം, കൈസൺ, ടാർജറ്റ്, വാല്യൂ ചെയിൻ അനാലിസിസ്, പാരിറ്റോ അനാലിസിസ്, പാരിറ്റോൻ്റെ സ്പെല്ലിംഗ് കിട്ടി, അനാലിസിസ്, പ്രൊഡക്ടിവിറ്റി, JIT, ലൈഫ് സൈക്കിൾ കോസ്റ്റ് അനാലിസിസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ് കേട്ടോ. ട്രാൻസ്ഫർ പ്രൈസിങ്, പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ABB, ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ്, ABM, ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി മാനേജ്മെൻറ്റ്, ദെൻ ത്രൂപുട്ട് അക്കൗണ്ടിങ് കൺസെപ്റ്റ്, ദെൻ തിയറി ഓഫ് കൺസ്ട്രെയിൻ. നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഒരു 14 ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് 280 നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ്
ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.